വക്കീലെ പറ. അവൻ തെറ്റ് ചെയ്ത് അവൻ അഡ്മിറ്റ് ചെയ്ത് അവൻ അറിയാൻ അവൻ പറഞ്ഞു പോയി അവൻ ഉദ്ദേശിച്ചത് അവൻ ഫണ്ടിന് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ. മനസ്സിലായോ? അങ്ങനെ എടാ മോനെ ഞാൻ ശരിയാണ്. സൊസൈറ്റിയിൽ അവൻ ചെയ്ത തെറ്റാണ്. ഗേൾസിന് അവനെതിരെ അല്ലെങ്കിൽ ആ സ്ത്രീത്വത്തിനെതിരായിട്ട് അവൻ സംസാരിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട്. പക്ഷെ ഒരാളെ അവന്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു പോയി, അവനത് അംഗീകരിച്ച് എന്റെ ഭാഗത്ത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഇവരെല്ലാവരും കൂടി പുറത്താക്കി ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തിക്കാണ് ഈ സിറ്റുവേഷൻ വേഴ്സ് ആവുള്ളൂ. എങ്ങനെ കൺസിഡർ ചെയ്യും. അവന് പ്രായം മനസ്സിലാക്കാം. അവൻ ഒറ്റക്കാണ്. അവൻ പല ഡിഫറൻറ്റ് സ്റ്റേറ്റിലോട്ട് പല സിറ്റുവേഷനിലോട്ട് പോകും. ബാക്കിയുള്ളവർക്കത് അറിയില്ല. എടാ മീൻസ് ഇവൻ എന്ത് സ്റ്റേജിൽ പോയാലും ഇവനൊരു ബോർഡിംഗ് സ്കൂളിലോ അല്ലെ അങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇവൻ സൂയിസൈഡ് ഒന്നും ചെയ്യൂല. പിന്നെന്താ പേടിക്കാനുള്ളത്? ബോർഡിംഗ് സ്കൂൾ ഒരു ഓപ്ഷനാണ്. നിന്റെ അത്രയും കെയർ ചെയ്യുന്ന പോലത്തെ ബോർഡിംഗ് സ്കൂൾ നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? ബോർഡിംഗ് സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം അവൻ ഒറ്റപ്പെടുന്നോട്ട് പോകും. ഈ ഒരു അവൻ ചെയ്ത മിസ്റ്റേക്കാണ് അഡ്മിറ്റ് ചെയ്ത് തെറ്റാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, സൊസൈറ്റിക്ക് മനസ്സിലായി. ഇവിടെ ഒരു ചാൻസ് കൊടുക്കുമാറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതിനെതിരാണ്. ഞാൻ എന്റെ ഇതിനെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് പോയിന്റ് മനസ്സിലാക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ. ഞാനും പറയുന്നത് ഒരു ചാൻസ് കൊടുക്കാൻ തന്നെ ഞാനും പറയുന്നത്. ഇല്ലടാ ഇത് നമുക്ക് എന്റെ സാഹിബ് അല്ല വക്കീല ഇതൊന്നും ഞാൻ എന്റെ ചെയ്തിട്ട് വരാം. അല്ല ഇത് എനിക്ക് തീരുമാനമാക്കണോടാ. ഓർഗിന്റെ തീരുമാനം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് അറിയാലോ. ചാൻസ്